ഡിഗ്രി കഴിഞ്ഞിട്ട് ആക്ച്വലി ഞാൻ ഒരു പേപ്പർ ബാക്ക് ആയപ്പോൾ ഡാൻസ് എനിക്ക് പാഷനേറ്റ് ആയതുകൊണ്ട് ഒരു സ്റ്റുഡിയോ ഇട്ടിട്ട് ക്ലാസ്സും നടത്തി. അതിനു മുമ്പേ ഇവൻ്റ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സ്റ്റുഡിയോ ഇടുന്നത്. അതായത് എനിക്ക് ആ പേപ്പർ കിട്ടില്ല എന്ന് വിചാരിച്ചാണ് സ്റ്റുഡിയോ ഇടുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ആ പേപ്പർ കിട്ടി, പക്ഷെ സ്റ്റുഡിയോ ഞാൻ വിട്ടില്ല. പിന്നീട് ഞാൻ വേറെ ഒന്നിനും പഠിക്കാൻ ഹയർ സ്റ്റഡീസിന് പോയില്ല. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഇതിനെനിക്ക് ഹെൽപ്ഫുള്ളായി. ഓ, എങ്ങനെ റീൽസ് വൈറലായത്? അതാണല്ലേ അടിതെറ്റിയ വീഡിയോ എടുത്തിട്ട് വൈറലായത് അല്ലേ? നമുക്ക് വീഡിയോയിൽ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയുമല്ലോ. അപ്പോൾ അതിൽ മികച്ച രീതിയിൽ എഡിറ്റ് ചെയ്ത്, അത്യാവശ്യം വീഡിയോ എഡിറ്റിംഗ് ആണ് എൻ്റെ ബേസിക്. ഞാൻ ഇതിന്റെ ക്രേസ് വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നതിലാണ്. അത് എൻ്റെ ഒരു സുഹൃത്താണ്. എൻ്റെ +1 തൊട്ട് എനിക്ക് മുമ്പേ അറിയാം. +1 തൊട്ട് ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്. നമ്മൾ ബെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അവനെ ഞാൻ വിളിച്ചു, എന്നോട് വീഡിയോ എടുക്കാൻ വരണം എന്ന് പറഞ്ഞു. സൂപ്പിന്റെ വീഡിയോ മീൻസ് ഇതുപോലെ റീൽസ് എടുത്ത് തുടങ്ങിയ സമയത്ത് തൊട്ടും അവനുണ്ട്. അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടാണ് അവൻ വീഡിയോ എടുക്കുന്ന സ്കിൽസ്, മീൻസ് സ്ലൈഡിങ്ങും പാൻ ചെയ്യുന്നതൊക്കെ അവന് എന്നിൽ നിന്ന് ഉൾക്കൊണ്ടാ പഠിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശ്വസിച്ചു. നിങ്ങൾ പറ, സത്യം എന്ന് പറയാം. എങ്ങനെയാ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് ഒരു ടൈം ഉണ്ട്. ഇപ്പൊ ഇയാള് നേഴ്സാണ്, ഇയാൾ ആക്ച്വലി നിൽക്കുന്നു, ഇയാൾ +1 സ്റ്റുഡന്റ്. എങ്ങനെയാണ് എല്ലാവരും കൂടെ? ഇത്ര പേരാണ് നിങ്ങളുടെ ട്രൂപ്പിലുള്ളത്? അതായത് ഒരു ഇവന്റിന് പോകുമ്പോൾ 5 അല്ലെങ്കിൽ 6 പേര് പോകാറില്ല. നമ്മളെ വെഡിങ്ങിന്റെ സ്റ്റേജും പന്തലെല്ലാം ഇട്ട് കഴിയുമ്പോൾ ഒരു 5 ആൾക്ക് കളിക്കാനുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ. അപ്പം 5 പേര്. അപ്പം പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഗായത്രീനെ നോക്കുമ്പോൾ അവള് അവിടെ നിന്ന് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ മംഗലാപുരത്താണ് പഠിക്കുന്നത്. മംഗലാപുരത്ത് നിന്ന് വരുന്നത് വൈകുന്നേരം ആകുമ്പോൾ എത്തും. ചിലപ്പം ഗായത്രി ഇട ദിവസങ്ങളിലായിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് അതിന് ക്ലാസ് ഉണ്ടാവും. ക്ലാസ് ഉള്ള സമയത്ത് അപ്പം ഇവൾക്കൊരു പ്രാക്ടീസ് കൊടുക്കും. പല സമയത്താണ് പലർക്കും പ്രാക്ടീസ് കൊടുക്കുന്നത്. അനന്യ ഉണ്ടാവും. അനന്യ എന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്കപ്പായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന ആളാണ്. ഇപ്പോൾ ഞാനില്ലെങ്കിലും സ്റ്റുഡിയോ എനിക്കിപ്പോൾ ഏൽപ്പിക്കാൻ പറ്റുന്ന രീതിക്ക് അവള് പഠിപ്പിക്കാനും. നല്ല പിള്ളേരുണ്ടോ അവിടെ? അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ട്. ചെറിയൊരു മിനിമൽ സ്പേസ് ആണ്, എന്നാലും അവിടെ നിറച്ചും പിള്ളേരുണ്ട്. എന്നിട്ട് പ്രോഗ്രാം ഒക്കെ വരുമ്പോഴത്തേക്ക് പ്രോഗ്രാം വരുന്ന ദിവസം എല്ലാരെ കൊണ്ട് ഞാൻ ലീവ് എടുപ്പിക്കും. അങ്ങനല്ല, ഇവരെടുത്തോളൂ. എല്ലാരും ഒരു പാട്ട് കേട്ടാ തുള്ളാനിരിക്കുന്ന ടീമാ. ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും വരും. എന്ത് പരിപാടിയെങ്കിലും അവർ വരും. ഞാനിങ്ങനെ ജസ്റ്റ് സൂചിപ്പിക്കുള്ളൂ, നമുക്ക് അടുത്ത 8-ാം തീയതി പരിപാടി ഉണ്ട്. അപ്പൊ എന്നോട് ചോദിക്കും, എടാ അടുത്ത 8-ാം തീയതി പരിപാടി ഇല്ലേ? ഞാനില്ലേ? ചോദ്യം. ആശാനല്ലേ? സോറി. അപ്പം ഈ പരിപാടിക്ക് പോകുന്നെന്ന് പറഞ്ഞു, വീട്ടിലെങ്ങനെയാണ് നിങ്ങളുടെ? കാരണം ആളൊരു നേഴ്സാണ്. നേഴ്സിംഗ് എന്ന് പറയുന്നത്, നേഴ്സിംഗ് ഒരു മേഖല, അതിന്റെ ഒരു തരത്തിലും എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരിക്കലും +1 എന്നൊക്കെ പറയുമ്പോൾ കളിച്ച് നടക്കാവുന്ന ഒരു പ്രായം. നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലിയിലുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ജോലി ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എങ്ങനെയാണ് വീട്ടില്? പക്ഷെ വീട്ടില് അമ്മയാണെങ്കിലും 2 ഏട്ടന്മാരുണ്ട്, അച്ഛൻ, ആരും എന്നോട് പോകണ്ട എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാരും പരിപാടി ഉണ്ടോ പൊക്കോ, അവർക്ക് ഇഷ്ടമാണ്, അവർക്ക് ഡാൻസ് കളിക്കാൻ. അപ്പൊ അമ്മയാണെങ്കിൽ പോലെ ഒരു റീൽ എടുക്കുമ്പോ എടി നമുക്ക് ഈ റീൽ എടുക്കാം. അമ്മയ്ക്ക് ഇഷ്ടമാണ്, അമ്മയ്ക്ക് ഡാൻസ് കളിക്കാൻ, ഏട്ടൻ എല്ലാവർക്കും ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്. അപ്പം എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ശരി പോയിക്കോ. ഇപ്പം എക്സാം ഒക്കെ ആണെങ്കിൽ അന്ന് എക്സാം ഉണ്ടെങ്കിൽ വിടില്ല. ഇപ്പം അത് കഴിഞ്ഞിട്ട് എക്സാം എങ്കിൽ നീ ഇന്ന് പഠിച്ചോ നാളെ പൊക്കോ, അങ്ങനെ പറയും. ഇന്ന് പഠിച്ചിട്ട് നാളെ. പിന്നെ എങ്ങനെ എല്ലാരും കൂടെ ഒരു കുടക്കീഴി വന്ന് ഇവരൊക്കെ? ഒരു കുടക്കീഴിൽ വന്നതിന് കഥകളുണ്ട്. ഇത് തുടങ്ങുന്നതെന്ന് പറഞ്ഞാല് 2017-18 കാലഘട്ടത്തില് പ്രളയമൊക്കെ ഉണ്ട്. പ്രളയത്തിന് മുന്നാണ്. ഓക്കെ. മനിക്സൺ, ഞാന്, പിന്നെ അബിൻ എന്ന് പറയുന്ന സുഹൃത്തുണ്ടായിരുന്നു. അബിൻ ഇപ്പം വിദേശത്താണ്. തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും വർക്കുകൾ വരുന്നുണ്ടായിരുന്നു. വർക്കുകൾ മെല്ലെ കുറഞ്ഞു വന്നപ്പോഴേക്കും നമ്മൾ ടീമിലേക്ക് പെൺപിള്ളേരുടെ സാന്നിധ്യം തുടങ്ങി. അതായത് വേറെ ഒരു ടീമുണ്ടായിരുന്നു അതേ നാട്ടിൽ തന്നെ, ഇതുപോലെ റീൽസിലൊക്കെ ഷെയർ ചെയ്ത് ഉണ്ടായിരുന്ന ഒരു ടീമുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് ഒരു റീൽ എടുത്തിട്ടാണ് ഞങ്ങളുടെ ടീമിലേക്ക് ആദ്യമായിട്ട് പെൺ സാന്നിധ്യം വരുന്നത്. പിന്നീട് അവരുടെ സാന്നിധ്യത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഓരോ കുട്ടികളെ കൂട്ടി ഇപ്പൊ സ്റ്റുഡിയോയിൽ ഏകദേശം പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി ഏകദേശം 20ഓളം പെൺകുട്ടികൾ വന്നു പോയിട്ടുണ്ട്. അതിൽ പലരും ഇന്ന് പുറത്താണ്, ജർമ്മനി, UK. അപ്പൊ ഇവിടെ വന്നാൽ രക്ഷപ്പെടുമെന്നാണ് എല്ലാവരും ഏരിയ അങ്ങനത്തെ ഒരു ഏരിയ ആണ്. അപ്പം എന്നോട് എല്ലാവരും ചോദിക്കും, നീ പോകുന്നില്ല, പുറത്തേക്ക് ഒന്നും പോകുന്നില്ലേ? ഇല്ല, എനിക്ക് നാട്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്.
എന്റെ നാട് റേഷൻ കട അതൊക്കെ. എന്നിട്ട് ഇവരെ പിന്നെ അങ്ങനെ കിട്ടിയതായിരുന്നോ? എന്നിട്ട് ഒരിക്കൽ നമ്മുടെ കൂടെ വന്നിട്ടുള്ള അതുലിന്റെ പരിചയത്തിലാണ് അനന്യ സ്റ്റുഡിയോയിലേക്ക് വരുന്നത്. അത് അനന്യ വന്നു, പിന്നെ അനന്യയുടെ അനിയത്തി വന്നു, അനുമോള് വന്നു, അതിനുശേഷമാണ് ഗായത്രി വരുന്നത്. വന്നു കഴിഞ്ഞ് ഒരു 2-3 ദിവസം അതിൻ്റെ അപ്പുറം ഞാൻ ഇവരെ ഗ്യാപ്പിട്ട് നിൽക്കാൻ ഞാൻ വിടുകയല്ല. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ ഡയറക്റ്റ് പറയും മര്യാദയ്ക്ക് കമ്പനി ആയില്ലെങ്കിൽ നടപടിയാവില്ല. അങ്ങനെ പറയണേ, മര്യാദ കമ്പനി ആയിക്കോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബാലിശ്യമായിട്ടുള്ള എന്തെങ്കിലും പെൺപിള്ളേരല്ലേ, മീൻസ് എന്നെ സംബന്ധിച്ച് എന്നെക്കാട്ടി ഇളയവരാണ്. അപ്പം ഞാൻ പറയും എന്തെങ്കിലും ബാലിശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയും ഇവിടെ ഇപ്പം കാണിക്കണ്ട, എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഇവിടെ കാണിക്കേണ്ട സ്ഥലം ഇവിടെയല്ല, അവിടെ എല്ലാവർക്കും ഒരു സ്പേസ് ഈക്വാലിറ്റി ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യാൻ ആ ഒരു ഇക്വിലിബ്രിയത്തിൽ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം എല്ലാവരും സ്റ്റുഡിയോയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ വിളിച്ചാൽ മതി, ഇച്ചിരി ലേറ്റ് ആയാലും പിന്നെ രണ്ടാമതൊന്നും വിളിക്കേണ്ടി വരികയില്ല. എത്തിക്കോളും, എല്ലാവരും ഇൻട്രസ്റ്റഡ് ആ വരാൻ വേണ്ടിയിട്ട്, അവിടെ പെർഫോം ചെയ്യുന്ന ആരാണെങ്കിലും. അങ്ങനെ നിങ്ങൾ എല്ലാം അടുത്തടുത്ത് ഏകദേശം അടുത്ത് സറൗണ്ടിങ്സ് എല്ലാവർക്കും പരസ്പരം അറിയുകയൊക്കെ ചെയ്യും. ഫാമിലി അറിയാൻ ചെയ്യും. ഫാമിലി അറിയാം. ഇപ്പൊ നിങ്ങൾ വർക്കിന് പോകുമ്പോ എങ്ങനെ പോയാലും റിസപ്ഷൻ ടൈമിലായിരിക്കുമല്ലോ, ഈവനിങ്ങിലായിരിക്കുമല്ലോ? ഈവനിങ്ങിലുണ്ട്, ഡെയിലും ഉണ്ട്. എങ്ങനെയുണ്ട് പേയ്മെന്റ് ഒക്കെ? പേയ്മെന്റ് നമ്മൾ ഇന്റർവ്യൂവിലെ കൺക്ലൂഷൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. ആശാനാട്ടോ, ശരിക്കും ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങളൊക്കെ എങ്ങനെയാ കളിക്കുന്നത്, എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. വരുമാനം അതിന് ഇങ്ങനെയൊന്നും വേണ്ട, പറ്റിക്കാനാണെങ്കിൽ അങ്ങനെയൊന്നും പറയില്ല. അല്ല, ഇതുവഴി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടായിരുന്നു. ഇനിയിപ്പോ വേണ്ട, നല്ല പേയ്മെന്റ് ഇവർക്ക്. നല്ല വർക്കിന് നല്ല പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അതാണ് കോൺഫിഡൻസ് ആണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങൾക്കത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളുടെ ഒരു കോൺഫിഡൻസിലാണ് നിങ്ങൾ അതിന്റെ പേയ്മെന്റ് പറയുന്നത്. ഞാൻ ചോദിച്ചാൽ നല്ല വർക്ക് ഉണ്ടോ, നല്ല പേയ്മെന്റ് ഉണ്ടോ വെച്ചാൽ അത് കോൺഫിഡന്റ് ആയിട്ട്, യെസ് ഞങ്ങൾക്ക് നല്ല വർക്ക് ഉണ്ട്, നല്ല കോൺഫിഡന്റ് ആണ്. അതാണ് കോൺഫിഡന്റിന്റെ ഭാഗമാണ് അത്. ഇപ്പൊ ഈ വൈറലായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടോ? നാട്ടിലിറങ്ങി നടക്കാൻ വലിയ കുഴപ്പമില്ല. അവിടെ ഞങ്ങൾ നേരത്തെ അറിയാലോ, ഈ കാഞ്ഞങ്ങാട് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് എവിടെ പോയാലും ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വരുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ വണ്ടി ഓടിക്കുന്നത്. അത് ചിലപ്പോ സൗന്ദര്യം കണ്ടിട്ടായിരിക്കും ആണോന്നൊരു നിമിഷമില്ല. അല്ല, പോപ്പിൻസിനെ കണ്ടിട്ടല്ലേ കേട്ടോ ഞാൻ നിങ്ങൾ ഈ ഡ്രസ്സിലാണ് വന്നിറങ്ങി. ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിടത്തൊന്നും ഇതേപോലത്തെ ഒരു അനുഭവം ഉണ്ടായി. എന്താ? അതുപോലെ പുള്ളിക്കാരൻ വന്നിട്ട് ഇത് അവരല്ലേ, അവര് തമ്മിൽ പറഞ്ഞാണ്. അപ്പൊ ഞാൻ കേട്ടോ, ഞാൻ അപ്പൊ അവരോട് അങ്ങോട്ട് വിളി, അതെ അവര് തന്നെയാണ്. ഇവിടെ ഇടയ്ക്ക് കൊച്ചിയിലേക്ക് വന്ന് ദർശനം തരാൻ നിങ്ങളുടെ കണ്ണാടി കൊണ്ടുവന്നിട്ടില്ല അല്ലേ? ക്ലാസ് മറന്നുപോയി. ഇതാണല്ലേ യൂണിറ്റി. മറന്നുപോയാലും ഒരുമിച്ച് എടുക്കണമെന്ന് ആലോചിച്ചു, പിന്നെ വരാൻ നേരത്ത് വേഗം വന്നു. ആളെന്താ മിണ്ടാണ്ടിരിക്കുന്നേ? എന്നോടതെല്ലാം ചോദിക്കണ്ടേ? എന്നെ പറയാൻ ആശാനല്ല മാസ്റ്റർ. ആശാനല്ല മാസ്റ്റർ അല്ലേ? മാസ്റ്റർ എല്ലാം മറുപടി പറഞ്ഞു. എനിക്ക് അങ്ങോട്ടേക്ക് നോക്കാൻ പറ്റുന്നു. അപ്പൊ ഇടയ്ക്ക് കയറി സ്മാർട്ടായിട്ട് നമ്മള് പറയണം. ആരും നമുക്ക് അവസരം കൊണ്ടേ തരത്തില്ല. നമ്മൾ ഇടിച്ചു കയറി നിൽക്കണം. മാസ്റ്ററെ കഴിഞ്ഞ് വലിയ മാസ്റ്റർ ആവണം. ഓക്കെ.